സുപ്രധാനമായ വിധി പകർപ്പ് ആണിപ്പോൾ, ആ വിധിയുടെ പകർപ്പാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ഓരോ പ്രതികളുടെയും കുറ്റം എന്താണ്, ഒപ്പം ഓരോ ഇതിൽ ഒഴിവാക്കപ്പെട്ട പ്രതികൾക്ക് എന്തുകൊണ്ട് കോടതി അവരെ വെറുതെ വിട്ടു, ഇതൊക്കെ വ്യക്തമാക്കുന്ന വിധി പകർപ്പാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 1550-ാം പേജിൽ 8-ാം പ്രതി ദിലീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2 പോയിന്റായി കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കേസിന്റെ ഓരോ ഇടങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും ഈ പ്രതികൾ എങ്ങനെ ഇൻവോൾവ് ആയി എന്ന കാര്യങ്ങൾ തുടർ പേജുകളിൽ കൃത്യമായി വിവരിക്കുന്നുണ്ടല്ലോ കോടതി. വിശദാംശങ്ങൾ പ്രജിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അതിനപ്പുറത്തേക്ക് നിയമവ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര രേഖയാൻ പോകുന്ന ഒരു വിധിപ്പകർപ്പാണ് ഇതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത് A8 ആയിരുന്ന ദിലീപുമായി ബന്ധപ്പെട്ട് കോടതി സ്വീകരിച്ചിട്ടുള്ള നിലപാട്, പ്രോസിക്യൂഷൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ നിലപാടുകളെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തത് പ്രതിഭാഗം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഈ A8മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ഏകദേശം 300ഓളം പേജുകളുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. വലിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് A8-ന് വെറുതെ വിട്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരും. അല്പസമയത്തിന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരും. വളരെ ശക്തമായ പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം ഇതിൽ കൃത്യമായി ഈ വിധിപ്പകർപ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1709 പേജുള്ള ഒരു വിധിപ്പകർപ്പാണിത്. അതിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നീതി നടക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീണാലും എന്നുള്ളതാണ് നിലവിൽ കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ പ്രോസിക്യൂഷനും 8-ാം പ്രതി ദിലീപും ആരോപണങ്ങൾ ഉന്നയിച്ചു. ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രോസിക്യൂഷനെതിരെയും ആരോപണം ഉയർത്തി. ഇക്കാര്യങ്ങൾ കോടതി മുഖവിലക്കെടുക്കുന്നില്ല എന്ന് ഉത്തരവിൽ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. അതിങ്ങനെയാണ് ആ പോയിന്റ്. അത് വിധിന്യായം പറയുന്ന ഘട്ടത്തിലാണ് ആ പോയിന്റ് ഉള്ളത്. നടിയെ ആക്രമിച്ച കേസിൽ നീതി നടക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീണാലും എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. ആ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ പ്രോസിക്യൂഷനും 8-ാം പ്രതി ദിലീപും ആരോപണങ്ങൾ ഉന്നയിച്ചു. ദിലീപ് കേസന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രോസിക്യൂഷനെതിരെയും ആരോപണങ്ങൾ ഉയർത്തി. ഇക്കാര്യങ്ങൾ കോടതി മുഖവിലക്കെടുക്കുന്നില്ല എന്ന ഉത്തരവിൽ പരാമർശമുണ്ട്. വിശദമായ പരാമർശങ്ങളിലേക്ക്, വിശദമായ ഈ കോടതി ഉത്തരവിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ പോകാനാകും. A8, അതായത് ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് മാത്രം ഏകദേശം 300ഓളം പേജാണ് ഈ ഉത്തരവിൽ ഉള്ളത്. അത് എന്തൊക്കെയാണ് നമുക്ക് അല്പസമയത്തിന് തന്നെ ലഭ്യമാക്കാനാകും. യെസ്, ചില ഭാഗങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വിധിപ്പകർപ്പിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ അത് ഈ പറയുന്നത് പോലെ ഇത് വളരെ വളരെ സെൻസേഷണൽ ഒരു കേസാണ്. ഒപ്പം തന്നെ ഇതിൽ അതിജീവിത അവരുടെ സ്വകാര്യത മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിധിപ്പകർപ്പ് പൂർണ്ണമായ ഘട്ടത്തിൽ നമുക്കത് പൊതുസമൂഹത്തിൽ അങ്ങനെ ആ രീതിയിൽ പറയാനും കഴിയില്ല. പ്രത്യേകിച്ച് പേരുകളടക്കം നമുക്ക് പറയുന്നതിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. എങ്കിലും ഇതിൽ വളരെ വ്യക്തമായി തന്നെ ഓരോ പ്രതിക്കും എതിരെ ചുമത്തിരിക്കുന്ന ചാർജുകൾ എന്താണ്, അതോടൊപ്പം തന്നെ ചില പ്രതികൾ ഇതിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജയിലിനകത്ത് വെച്ച് നടന്നൊരു ഗൂഢാലോചന, അതിൽ ദിലീപിനുള്ള പങ്ക്, അല്ലെങ്കിൽ ദിലീപിനെ കരുവാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ നടന്നു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അതൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ ചില പോയിന്റുകൾ ഈ വിധിപ്പകർപ്പിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.